മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്കും ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 340 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 43 അധ്യായത്തിലൂടെയുള്ള ആത്മീക യാത്ര നാം ഇന്നും തുടരുകയാണ്. നാം ഓർത്തതുപോലെ 43 അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. ലോകമെമ്പാടും പടർന്നു പിടിച്ച ക്ഷാമത്തെക്കുറിച്ച് നമുക്കിവിടെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈജിപ്തിൽ ധാന്യമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് വചനം പഠിക്കുന്നവർക്കറിയാം. ദൈവം അനുവദിച്ച പ്രയാസങ്ങളിലൂടെയാണെങ്കിലും അവിടെ ഒരു യോസഫ് ഉണ്ട് എന്നുള്ളതാണ്. ആ യോസഫിന് സ്വർഗത്തിലെ ദൈവം നൽകിയ ജ്ഞാനമനുസരിച്ച്, വിവേകമനുസരിച്ച് അവിടെ ധാന്യം സംഭരിക്കപ്പെട്ടതുകൊണ്ട് ക്ഷാമകാലത്ത് അനേകരുടെ ജീവരക്ഷയ്ക്ക് അത് കാരണമായി തീർന്നു. ഞാൻ ഇടയിൽ ഇങ്ങനെ പറയട്ടെ, ദൈവം ലോകത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ജനത്തിലൂടെയാണ്. ദൈവജനമാണ് അനേക പ്രശ്നങ്ങൾക്ക് ആത്മീകമായിട്ടുള്ള മറുപടി ലോകത്തിന് നൽകേണ്ടത്. അതിന് സംഭവിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വചനത്തിൻ്റെ സംഭരണം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. 119 സങ്കീർത്തനം 11 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുന്ന, ഒരു സ്റ്റോർ റൂമിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവവചനത്തെ സൂക്ഷിച്ചു വയ്ക്കുകയും അത് ആവശ്യമുള്ളപ്പോൾ പ്രകാശിപ്പിക്കപ്പെടുന്ന തരത്തിൽ ജീവിതം വളരെ വ്യക്തമായി വിശുദ്ധിയിൽ സൂക്ഷിക്കുകയും വേണം എന്നുള്ളത് ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണിത്. നമ്മുടെ ജീവിതങ്ങളിൽ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഉത്തരം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ആഴത്തിൽ നാം സൂക്ഷിക്കുന്നുണ്ട്. ഈ ഭാഗത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദേശത്ത് കഠിനമായി തീർന്ന ക്ഷാമത്തെക്കുറിച്ചുള്ള 3 പ്രത്യേകതകൾ, 3 വിഷയങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. 4ാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ഷാമകാലം പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അത് ദൈവിക നിർണയങ്ങളുടെ കാഴ്ച നമ്മളെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതങ്ങൾ സംഭവിക്കുന്ന ഏത് വിഷയവും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കുന്നതാണ് എന്ന ബോധ്യമുണ്ടാകണം. എന്നാൽ ഒരു വസ്തുത പറയാം, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവിക നിർണയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി, അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. കർത്താവിനെ അനുസരിക്കാതെ, ദൈവത്തെ മനസ്സിലാക്കാതെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ വെറുതെ ഉഴപ്പി ജീവിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. മറിച്ച്
അവൻ്റെ പാപങ്ങൾ കൊണ്ടാകാം, അവളുടെ വീഴ്ചകൾ കൊണ്ടാകാം. എന്നാൽ എല്ലാം അങ്ങനെയല്ല താനും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവ് നിയന്ത്രിക്കും എന്നുള്ളതാണ്. അത് ദൈവിക നിർണയങ്ങളുടെ നിവൃത്തീകരണമായി മാറും എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇതിന് മുൻപുള്ള അധ്യായങ്ങളിലെ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകമായ വിഷയങ്ങളുടെ നിവർത്തീകരണം നമുക്ക് 43-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഉദാഹരണമായിട്ട് 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പല വിഷയങ്ങളിൽ ഒരു കാര്യം മാത്രം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 6, 7, 8 വാക്യങ്ങൾ 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെയാണ് വായിക്കുന്നത്. അവൻ അഥവാ യോസഫ് അവരോട് പറഞ്ഞത് തൻ്റെ സഹോദരന്മാരോട് സംസാരിക്കുകയാണ്. ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. ഒരു സ്വപ്നം യോസഫ് കണ്ടു. അതിനെക്കുറിച്ച് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്. ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും ദ്വേഷിച്ചു എന്നുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് പറയുമ്പോൾ യോസഫ് സഹോദരന്മാരോട് കൂടെ ഇരിക്കുകയാണ്. അവർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിയുന്നില്ല. അവർക്ക് അവനോട് പകയും വിദ്വേഷവും എല്ലാം ഉണ്ട്. പക്ഷേ അപ്പോൾ അവൻ കണ്ടൊരു സ്വപ്നം എന്താ? ഈ സഹോദരന്മാർ തന്നെ നമസ്കരിക്കുന്ന കാര്യമാണ്. അത് നടക്കുവാൻ കഴിയാത്ത വിഷയമായിട്ടാണ് ആ സമയത്ത് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ 43-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ചിത്രം നമുക്ക് ഇതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. അഥവാ ഇത് പ്രാവർത്തികമാകുന്നത്, ദൈവിക നിർണയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിവർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 26-ാം വാക്യത്തിലേക്ക് വരിക. നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. യോസെഫ് വീട്ടിൽ വന്നപ്പോൾ സഹോദരന്മാർ കൈവശമുള്ള കാഴ്ച അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുൻപാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. നോക്കുക, ഇതിനു മുൻപ് 37-ാം അധ്യായത്തിൽ ഇത് പറയുമ്പോൾ യാതൊരു സാധ്യതകളും ഇങ്ങനെ ഒരു നമസ്കരണത്തിനില്ല. എന്നാൽ ഇവിടെ ഇതാ അത് സംഭവിക്കുകയാണ്. തന്നെയുമല്ല, മറ്റു പല വാക്യങ്ങളിലും നമുക്കിതിനോട് ചേർന്ന് കാണുവാൻ കഴിയുന്ന വസ്തുതയും അത് തന്നെയാണ് എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ കുനിഞ്ഞ് അവനെ നമസ്കരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. 44-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും അത് കാണുവാൻ കഴിയുന്നുണ്ട്. യഹൂദായും അവൻ്റെ സഹോദരന്മാരും യോസഫിൻ്റെ വീട്ടിൽ ചെന്നു. അവന് അതുവരെയും അവിടെ തന്നെ ആയിരുന്നു. അവർ അവൻ്റെ മുൻപാകെ സാഷ്ടാംഗം വീണു എന്ന് കാണാൻ കഴിയുക. നോക്കുക, ദൈവത്തിൻ്റെ നിർണയങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്നത് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ക്ഷാമകാലം അതിന് അനിവാര്യമായിരുന്നു. ഒരു ക്ഷാമകാലം ഇല്ലാതെ ഇത് പൂർത്തീകരിക്കപ്പെടുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ മാനുഷികമായി ചിന്തിക്കുന്ന ക്ഷാമകാലങ്ങൾ അത് ദൈവത്തിൻ്റെ നിർണയങ്ങളുടെ നിവർത്തീകരണത്തിനാണ് എങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. നമ്മുടെ കുറവുകൾ കൊണ്ട്, നമ്മുടെ ദൈവഹിതത്തിൻ്റെ പാതയിൽ നിന്നുള്ള വ്യതിചലനം കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും അത് ദൈവിക നിർണയങ്ങളുടെ നിവർത്തീകരണമാകുമെങ്കിൽ അതിലും ധന്യമായ മറ്റൊന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നാം എന്തിന് തകരണം, എന്തിന് തളരണം? കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ ചിന്ത ഹൃദയത്തിൽ ചേർത്ത് ബന്ധിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.